ശബരിമലയിൽ പൂജാ സാധനങ്ങളുടെ പേരിൽ വർഷങ്ങളായി നടന്നത് വൻ തട്ടിപ്പ്. കുറഞ്ഞത് ഒരു ദശാബ്ദമായി തുടരുന്ന ഈ ക്രമക്കേടിൽ ചില മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് നിർണായക പങ്കുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായിരുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന കാലത്തും തട്ടിപ്പ് തുടർന്നുവെന്ന വിവരവും റിപ്പോർട്ടിലുണ്ട്. എത്രത്തോളം സാമ്പത്തിക നഷ്ടമാണ് ദേവസ്വത്തിന് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായം തേടിയിരിക്കുകയാണ് വിജിലൻസ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക കമ്മീഷണർ റിപ്പോർട്ടിലും സമഗ്ര ഓഡിറ്റിംഗിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽകുമാർ അഥവാ സുനിൽ സ്വാമി കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ശബരിമലയിലെ നിത്യപൂജകൾക്കായി സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തി. പൂജയ്ക്കാവശ്യമായ അരി, അവൽ, ശർക്കര, പഴം, കൊട്ടത്തേങ്ങ, പച്ചത്തേങ്ങ, ചുക്ക്, ജീരകം, ഏലയ്ക്ക, മഞ്ഞൾ, കുരുമുളക്, പട്ട്, തോർത്ത് തുടങ്ങി ഏകദേശം 54 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് വിവിധ പൂജകൾക്കായി നൽകിയിരുന്നത്. എന്നാൽ ഈ സാധനങ്ങൾ ദേവസ്വം സ്റ്റോറിലെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. 3 വർഷം മുമ്പ് ശബരിമലയിലെ അനധികൃത ഇടപാടുകളുടെ പേരിൽ ഹൈക്കോടതി സുനിൽ സ്വാമിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും പൂജാ സാധനങ്ങളുടെ വിതരണം തുടർന്ന് നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റോറിലേക്ക് രേഖപ്പെടുത്താതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഓഫീസിനോട് ചേർന്ന മുറികളിൽ സൂക്ഷിച്ചിരുന്ന ഈ സാധനങ്ങൾക്ക് ഗുണനിലവാര പരിശോധന പോലും നടത്തിയിരുന്നില്ല. ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പൂജകൾക്കുള്ള സാമഗ്രികളും ഇതിൽ നിന്നാണ് എടുത്തിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അതേസമയം സഹസ്രകലശം, പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമന പൂജ തുടങ്ങിയ പ്രധാന വഴിപാടുകൾക്കായി പ്രത്യേക സാധനങ്ങൾ വാങ്ങിയതായി രേഖകൾ തയ്യാറാക്കി പണം പിൻവലിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. അഷ്ടാഭിഷേകവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ കൂടുതൽ ഗുരുതരമാണ്. ഭക്തരിൽ നിന്നും 6000 രൂപ ഈടാക്കുമ്പോൾ 5700 രൂപ വില വരുന്ന സാധനങ്ങൾ സൗജന്യമായി ലഭിച്ചതിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. ബാക്കി 300 രൂപ പാൽ, കരിക്ക്, പനിനീർ തുടങ്ങിയ വാങ്ങിയതായി രേഖപ്പെടുത്തി പിൻവലിച്ചിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി. മണ്ഡലകാലത്ത് ദിവസേന 50 അഷ്ടാഭിഷേകങ്ങൾ വരെ നടത്തുമ്പോൾ മാസപൂജ സമയത്ത് അത് 400 വരെ ഉയരുന്ന സാഹചര്യത്തിൽ കോടികളുടെ ക്രമക്കേടിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ.